ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സാരി വീഡിയോയിൽ നമ്മൾ 3 ഫാബ്രിക്കും 3 പാറ്റേണും വരുന്ന സാരീസാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്ന ലേഡീസ് എപ്പോഴും സാരി വെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതിൽ തന്നെ കോട്ടൺ സാരീസ് ആണെങ്കിൽ പറയേ വേണ്ട. നമ്മുടെ ഒരു സ്ത്രീയുടെ ഏറ്റവും ഭംഗിയും അതുപോലെ തന്നെ ആഠ്യത്വവും കുലീനതയും ഒക്കെ വ്യക്തമാക്കുന്നത് ആ ഒരു കോട്ടൺ സാരീസിലായിരിക്കും. അപ്പോൾ ഇന്ന് കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ നെറ്റ് കോട്ട ഫാബ്രിക് വരുന്നുണ്ട്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണിയാണ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണിക്കുന്ന കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. ഓണമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനലിൽ ഗീവ് അവേ നടക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സിൽ നിന്നും ഓഫ്ലൈൻ കസ്റ്റമേഴ്സിൽ നിന്നും ഗീവ് അവേ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വിന്നേഴ്സിൽ നിന്ന് നമ്മൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതുപോലെ കമൻറ്റും പർച്ചേസും ഒക്കെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ വീക്കിലി വിന്നറെ സെലക്ട് ചെയ്യും. വിന്നറെ കാത്തിരിക്കുന്ന 1000 റുപ്പീസിൻ്റെ പർച്ചേസാണ്. അതുകൂടാതെ നമുക്ക് ഓണത്തിന് ബമ്പർ വിന്നറേയും സെലക്ട് ചെയ്യും. കൂടാതെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും ബമ്പർ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ബമ്പർ വിന്നേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് 10,000 റുപ്പീസിൻ്റെ പർച്ചേസും നടത്താവുന്നതാണ്. അപ്പോൾ ഓണം വരെയാണ് നമ്മുടെ ഗീവ് അവേയുടെ ടൈം പീരീഡ്. അപ്പോൾ സമയമൊന്നും കളയാതെ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുപിടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരി കളക്ഷൻസ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം കളറും പാറ്റേണാണ്. ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഓറഞ്ചും ബർഗൻഡിയും ഒക്കെ കോമ്പിനേഷനിൽ ഷിബോരി പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോഷ്യോ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കോട്ടൺ സാരീസ് ചെയ്തതിൽ ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും അതുപോലെ തന്നെ ഷിബോരി പ്രിന്റും ഒക്കെ ബോർഡേഴ്സിലേക്ക് വരുന്ന സാരീസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, ഒരു കോട്ടൺ സാരിയൊക്കെ എടുത്ത് കോട്ടൺ സാരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചാട്ടോ നല്ല അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്യുന്ന എനിക്ക് വന്ന സിൽക്ക് സാരിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പട്ട് സാരിയൊക്കെ ഏറ്റവും കിടിലായിട്ട് നിൽക്കുന്നത് കോട്ടൺ സാരീസ് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് വന്ന ഫേമസ് ആയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എപ്പോഴും കോട്ടൺ സാരി ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു കേരളത്തിലെ സീസണും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടൺ സാരീസ്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഷിബോരി പ്രിന്റും ക്രോഷ്യോ വർക്കും വരുന്ന സാരിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു പോർഷൻ ആട്ടോ. ആ ഒരു ബോർഡറിൻ്റെ കളർ കോമ്പിനേഷനും അതിലേക്ക് ക്രോഷ്യോ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരും. അതുപോലെ തന്നെ ഞാൻ വേറെ ചെയ്തേക്കുന്ന അല്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ്. ശരിക്കും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരും നമ്മുടെ ആ ഒരു ബോർഡറിൻ്റെ കളർ കോമ്പിനേഷനിലേക്കാണ് വരിക. എന്നിട്ട് സ്ലീവ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും ബോഡി പോർഷൻ്റെ ആ ഒരു ഗ്രീൻ കളർ വരും. അതുപോലെ ക്രോഷ്യോ വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ബ്ലൗസ് പീസിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1239 ആണ്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. അടുത്തൊരു മിഡ് നൈറ്റ് ബ്ലൂ, അതിലേക്ക് വൈൻ കോമ്പിനേഷനാണ് വരിക. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ ആ ഒരു ഷിബോരി പ്രിൻറ്റ് വരും. അപ്പർ ബോർഡറിലേക്കും ക്രോഷ്യോ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ലോവർ ബോർഡർ വരുമ്പോഴത്തേനും ആ ഒരു വൈൻ ടോൺ കോമ്പിനേഷനിലേക്ക് ബ്രൗണിൻ്റെ ഒക്കെ വന്നിട്ട് അത് ഈ ഒരു ഷിബോരി പ്രിൻറ്റും ക്രോഷ്യോ വർക്കും ഒക്കെ ആയിട്ടാണ് വരിക. ലോവർ ബോർഡറിലും ക്രോഷ്യോ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഇതുപോലെ തന്നെ ഈ ഒരു പല്ലു പോർഷൻ്റെ ഡിസൈൻ പാറ്റേണിലേക്കാണ് ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് വരുന്നത്. 1239 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ബർഗൻഡിയും അതുപോലെ തന്നെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസുമാണ് ഈ ഒരു സാരീസിൽ വന്നിരിക്കുന്നത്. ഷിബോരി പ്രിൻറ്റും ക്രോഷ്യോ വർക്കും ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലേക്കായിരിക്കും ഇതിൻ്റെ നമ്മുടെ ബ്ലൗസ് പീസും വരിക. 1239 റേറ്റ് വരുന്നത്. ഈ ഒരു കോട്ടൺ സാരി നമുക്ക് ഇപ്രാവശ്യം 4 കളേഴ്സ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റെയർ കളർ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്, അതിലേക്ക് പിങ്ക് കോമ്പിനേഷൻ വരും. അതുപോലെ തന്നെ ബോർഡറിൽ ഷിബോരി പ്രിൻറ്റ് വരുമ്പോഴത്തേനും ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷനോടെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ, പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസും ഈ ഒരു പാറ്റേണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 1239 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ്. ബോഡി പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇപ്രാവശ്യം ബോർഡേഴ്സിലേക്ക് ഇതുപോലെ ലേസ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. പല്ലു വരുമ്പോഴത്തേനും ഈ ഒരു ലേസ് വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1395 ആണ്. അടുത്ത ഷെയ്ഡ് നല്ല അടിപൊളിയായിട്ട് സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു കളറിലേക്കാണ് വരിക. റെഡ് കോട്ടയാണ് ഫാബ്രിക് വരിക. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലേസ് വർക്ക് തന്നെയാണ്. സെയിം വർക്കും തന്നെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. 1395 റേറ്റിലേക്ക് വരും. അടുത്ത ഷെയ്ഡ് ബ്രിക്ക് ഓറഞ്ച്. ഇതെനിക്ക് 5-6 ഷെയ്ഡ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. സോഫ്റ്റ് ആണ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡറിലേക്കാണ്. ഈ ഒരു ലേസ് വർക്ക് തന്നെയാട്ടോ ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ സാരീസാണ്. 1395 റേറ്റിലേക്ക് വരും.
അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനാണ്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. നമ്മുടെ ഫേസിനൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ഫേമസ് കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ. 1395 റേറ്റ് വരുന്നത്. അടുത്തതും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1395 റേറ്റ് വരുന്നത്. അടുത്തതായിരുന്നത് സിക്കിക്കോട്ട ഫാബ്രിക്കിലേക്കാണ്. ഇതും നമുക്ക് ഓണം ഒക്കേഷനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയതാണ്. അത് മാത്രമല്ല അതിനുശേഷവും മൾട്ടിപർപ്പസ് യൂസ് വരുന്നൊരു സാരി. ഇതിൻ്റെ ബോഡി പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് കൊണ്ടാണ്. കുഞ്ഞു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ബോഡി പോർഷൻ വരും. അതുപോലെ തന്നെ അപ്പർ ബോർഡറിലേക്ക് ഇതുപോലെ ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ലോവർ പോർഷൻ വരുമ്പോഴത്തേനും നല്ല ബിഗ് ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ഒരു ഒനിയൻ പിങ്കിൻ്റെയും ഗ്രീൻ്റെയും ഒക്കെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിലും സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസും സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 1495 റേറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ്, അതായത് എല്ലാത്തിനും ബേസിക് കളർ സെയിം ആയിട്ട് തന്നെയാണ്. ആ ഒരു ഓഫ് വൈറ്റ് ബേജ് കളറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കിനും അതുപോലെ തന്നെ ലേസ് വർക്കിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇതിലേക്ക് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെയൊക്കെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 1495. അടുത്ത കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു റെഡും അതിലേക്ക് പിങ്ക് പീച്ചിൻ്റെയും കൂടെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഇതും ക്രോസ് സ്റ്റിച്ച് വർക്കാണ് വരുന്നത്. എംബ്രോയ്ഡറി വർക്കിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നതാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1495 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്കിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ്. എല്ലാത്തിലും ആ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അതുകൂടാതെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെ പിങ്ക് ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബോർഡേഴ്സിലേക്കും പിങ്കിൻ്റെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. 1495 റേറ്റ് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഗിവേയുടെ കാര്യം മറക്കണ്ട, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്